വൺ ഡേ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവളിപ്പം ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാ ഇങ്ങനെ എണീറ്റൊക്കെ ഇരിക്കും, ചെറുതായിട്ട് ഇങ്ങനെ നടക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ചുരുണ്ടു, മറ്റത് ചരിഞ്ഞൊരേ കിടത്തിയായിരുന്നു. ഇപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ കാലൊക്കെ നിവർത്തി വെച്ച് മുന്നോട്ടൊക്കെ വെച്ച് കിടക്കുന്നുണ്ട്. ചെറുതായിട്ട് പൊങ്ങി നടക്കാനും ശ്രമിക്കുന്നുണ്ട് അവള്. ഒരു സ്ഥലത്ത് നിന്ന് അവള് തന്നെ തനിയെ എണീറ്റ് മാറി. നമ്മൾ ഫുഡ് കൊടുത്താൽ മാത്രം മതി, അവൾക്ക് ബാക്കിയെല്ലാം അവള് തന്നെ അങ്ങോട്ടോട്ട് മാറി കിടക്കണമെങ്കിൽ തനിയെ അവള് തന്നെ. അപ്പോൾ ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു, അതായത് അവളെ പിടിച്ച് തിരിച്ച് കിടത്തി കൊടുക്കുകയൊന്നും വേണ്ട, അവളുടെ രീതിക്ക് അങ്ങ് വിട്ടിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫുഡ് കൊടുക്കുക മാത്രമേ ഉള്ളൂ. ഫുഡ് കൊടുക്കുക മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. മരുന്നും കൊടുക്കും, സിറിഞ്ചിലാണ് മരുന്നും കൊടുക്കുന്നത്. ഫുഡ് വെച്ച് കൊടുക്കുമ്പോൾ അത് അവള് കഴിച്ചോളും. ചെറുതായിട്ടൊക്കെ പൊങ്ങി നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും കിടത്തേങ്ങി ആള് വലിയ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ സർജറി കഴിഞ്ഞുകൊണ്ട് ഒരു ഭയങ്കര വേദനയായിരിക്കും, ചിലപ്പോൾ കരയുമെന്നൊക്കെ നമ്മൾ കരുതിയതേ. പക്ഷെ അവൾ അന്നോട്ട് വലിയ കുഴപ്പമില്ല, കരച്ചിലും ബഹളമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. ഇതേപോലെ ഒരേ കിടത്ത് കിടന്നോളും. റെസ്റ്റ് ഒരുപോലെ കിടന്നങ്ങ് റെസ്റ്റ് എടുക്കുന്നുണ്ട് അവൾ. അതുകൊണ്ട് അവൾക്കിപ്പോൾ ഇന്നിപ്പോൾ സർജറി കഴിഞ്ഞിട്ട് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ അവൾക്ക് അതുകൊണ്ട് ഇപ്പോൾ ശകല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പിന്നെ ഫുഡ് കഴിക്കാൻ ഇച്ചിരി മടിയാണ്. വിരയുടെ ശല്യം നല്ല രീതിയിൽ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം വയറ്റിൽ നിന്ന് എപ്പോഴും വിരയുടെ കരച്ചിൽ കേൾക്കാം. അത് ഇനിയിപ്പം ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ട് അവിടുന്ന് മരുന്ന് മേടിച്ച് കൊടുക്കാമെന്നാണ് കരുതുന്നത്. ഓയിൽമെന്റ് ഇടുമ്പോൾ അവൾക്ക് ചെറിയൊരു വയ്യായികയുണ്ട്. അത് ഒന്നൊരു നീറ്റൽ കാണുമായിരിക്കും, അതിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഓയിൽമെന്റ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ എണീറ്റ് മാറാൻ ശ്രമിക്കുന്നുണ്ട് അവൾ. അതുകൊണ്ട് ഇപ്പം എണീറ്റ് കുത്തിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ എണീറ്റ് കുത്തിയൊക്കെ ഇരിക്കുന്നുണ്ട്, ചെറുതായിട്ട് ചാരിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഓയിൽമെന്റ് ഇടുമ്പോഴേ ഒരു നീറ്റലുണ്ട്. അപ്പോൾ അതിനാണ് ഇവൾ ഇങ്ങനെ എണീറ്റിരിക്കുന്നത് ഇപ്പോൾ. അതുകൊണ്ട് അവൾ എണീക്കാൻ ശ്രമിക്കുന്നുണ്ടോ. കുറേശ്ശെ എണീക്കാൻ ഇടുമ്പോൾ ഓയിൽമെന്റ് ഇട്ടതിൻ്റെ ഇറിറ്റേഷൻ, അതിനാണ് ഈ വെപ്രാളം ഇത്രയും കാണിക്കുന്നത്. എവിടെ ഇറങ്ങി ഓടാൻ നോക്കുന്നേ? പയ്യെ കൊണ്ടാക്കാം, ഇപ്പോൾ ഓടണ്ട. ഇവളെ എടുത്തുകൊണ്ട് വന്ന പിറ്റേന്ന് തൊട്ട് അവിടെ മഴ തുടങ്ങി. ഇവിടെ മഴ തുടങ്ങി. അന്ന് നമ്മൾ അവിടെ എടുത്തുകൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ ആ മഴ മൊത്തവും നനഞ്ഞ് എണീക്കാൻ വയ്യാതെ കൊതുവും പുഴുവും അരിച്ച് ഇത് അവിടെ കിടന്ന് ചാവത്തേ ഉള്ളായിരുന്നു. ഉറപ്പായിട്ടും ചാവത്തതേ ഉള്ളായിരുന്നു. അപ്പോൾ ഞങ്ങളത് അന്ന് പോയി എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് കഷ്ടം അതിപ്പം ഇങ്ങനെ എണീറ്റ് നടക്കുന്നത്. അപ്പോൾ പാലും മുട്ടയും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വേണ്ട ആൾക്ക്. ഇച്ചിരി ചോറും മീനും മാത്രം മതി, അതേ കഴിക്കും. പിന്നെ പെഡിഗ്രിയൊക്കെ കൊടുത്താൽ കുറച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ ആർക്കെങ്കിലും ഈ കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് ഇട്ടാൽ ഉറപ്പായിട്ട് അവർക്ക് ഈ കുഞ്ഞിനെ നമ്മൾ തരുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ നല്ലതുപോലെ നോക്കുന്ന ആൾക്കാരായിരിക്കണം. അപ്പോൾ ഇത് ഇത്രയും ദുരിതമൊക്കെ അനുഭവിച്ചിട്ട് വന്നിട്ട് വീണ്ടും ഒരു ദുരിതം അനുഭവിക്കാനുള്ള ഗതി ഇതിന് വരരുത്. അതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾക്ക് ഇനി ഇവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാൽ സ്റ്റേ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്കും അവർക്കും ബുദ്ധിമുട്ടായിട്ടും ഇപ്പം നമ്മൾ കാണിക്കുന്നതല്ല, വീഡിയോസ് എല്ലാം അവർ ഹാൻഡിൽ ചെയ്തുകൊണ്ട് പാടാണ്. ഇനിയിപ്പോൾ കൂടുമില്ല, നമുക്ക് കൂടുമൊക്കെ കെട്ടേണ്ടി വരും. അതുകൊണ്ടാണ് ഇവരെ ഇനിയിപ്പം അവളെ എടുത്തെടുത്ത് തന്നെ തിരിച്ചാക്കാമെന്ന് കരുതുന്നത്. അവളെ അമ്മയുടെ അടുത്ത് തന്നെ തിരിച്ചാക്കാമെന്ന് കരുതുന്നത്. പിന്നെ ഫുഡ് ഞങ്ങൾ കൊടുക്കുമല്ലോ. പിന്നെ ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ, അതിന് വിധി ഉണ്ടെങ്കിൽ അത് നല്ലപോലെ ജീവിക്കും. പിന്നെ ആർക്കെങ്കിലും ഇവിടെ ദത്തെടുത്ത് വളർത്താൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു. ഇപ്പോൾ വാക്സിനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. റാബീസിൻ്റെ വാക്സിൻ എല്ലാം എടുത്ത്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഒന്നും നിങ്ങൾക്ക് ക്ലിയർ ആവത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാം. എന്താ ഇവിടെ ഒരുത്തൻ നേരം വെളുത്തുക എന്ത് എവിടെ ഇരിക്കുന്നതാണ്ട ഇവിടെ വന്ന് നിന്നിട്ടൊന്ന് കൂവൊക്കെ തന്നെ, ഒരു ചെവി തന്നെ കേൾക്കണ്ട. പിന്നെ അവിടെ 2-3 പേര് അവിടെ നിൽപ്പുണ്ട്. എന്തോ ചക്കി, എന്തുപറ്റി താഴെ വരണോ? ഇവളിവിടെ കിടക്കുമ്പോൾ അതിൻ്റെ ആ സ്മെല്ല് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ കുറേ ദിവസം കൊണ്ട് ഇത് തന്നെ ഇവരെ ഇപ്പോൾ താഴെ കൊണ്ടുവരാറില്ല. കാരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിരുന്നിട്ട് കഥയിലിട്ട് ഡോറിലിട്ട് പിടിക്കുകയൊക്കെ ചെയ്യും. അന്നേരം ഇവള് കിടന്ന് വയലൻ്റ് ആവും. അപ്പോഴത്തെ അത് കാരണം താഴെ ഇപ്പം കൊണ്ടുവരാറില്ല. ഇപ്പം ഫുൾ ടൈം അവർ മുകളിലാണ്. ആള് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണേ. മീനും ചോറും മതിയാക്ക്, വേറെ ഒന്നും വേണ്ട പ്രത്യേകിച്ച്. പാത്രം അമ്മേൻ്റെ സാരി ഇങ്ങനെ പൊങ്ങിയിരിക്കുമ്പോഴത്തെ കഴുത്തല അതിനകത്തോട്ടിട്ടാൽ ഒരു ബുദ്ധിമുട്ട്. അത് കാരണമാണ് ഇങ്ങനെ ചോറ് കൊടുക്കുന്നത്. ഇവളുടെ അപ്ഡേഷൻ്റെ വീഡിയോ വീണ്ടും ഇടാം. അപ്പോൾ എല്ലാവർക്കും ബൈ.